ഇവിടെ ഒരു ചെങ്ങായി 4 പിള്ളേരെയും കൊണ്ട് ഒരു മൂടി തുറന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അടുത്ത റൗണ്ട് ഈ വീട്ടിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള എല്ലാ മുറികളും കാണാൻ ഒരുപോലെയായിരുന്നു. പെട്ടെന്നൊരു പെണ്ണുമ്പിള്ള പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഈ റൗണ്ടിൽ നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം, കണ്ണടച്ച് സ്പർശിച്ചാൽ എല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം ഏറ്റവും മുകളിലെ മണി അടിക്കുന്ന 3 പേരായിരിക്കും എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ജയിക്കാൻ വേണ്ടി ഓരോ മുറികളിലേക്കായി ഓടി. ഒരു പയ്യൻ അവന്റെ ഓർമ്മശക്തി ഉപയോഗിച്ച് ഓരോ മുറികളിലേക്കായി പോയി. കയറാത്ത മുറികളിലേക്കും കയറി. അതിലെ പെൺകുട്ടിയാണെങ്കിലോ അവളുടെ കയ്യിലെ സ്ലൈഡൊക്കെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി തുറന്നു. അതിന്റെ ഉള്ളിലൂടെ സീക്രട്ട് വഴിയിലൂടെയൊക്കെ പോയി. അതിലെ ഏറ്റവും ശക്തിയുള്ള പയ്യന് വേറൊരു കുട്ടിയുടെ പിന്നാലെ പോയി. ആ കൂട്ടത്തിലെ ബുദ്ധിമാനായ പയ്യൻ ഓരോ റൂമിന്റെ ഡോറിലുമുള്ള പാറ്റേൺ തൊട്ട് നോക്കി വഴി കണ്ടുപിടിച്ചു. അപ്പോഴേക്കും ഓർമ്മ വെച്ച് പോയിരുന്ന പയ്യന് ആദ്യം അവിടെ എത്തി ബെല്ല് കണ്ടുപിടിച്ചു. അവന് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ സ്ട്രോങ് ആയ പയ്യൻ പുറകിലൂടെ പതുങ്ങി വന്ന് അവനെ തട്ടയിട്ട് മുകളിലേക്ക് ഓടിപ്പോയി മണിയടിച്ചു. ബുദ്ധിമാനായ കുട്ടി വന്നിട്ട് അവനെ പൊക്കിയെടുത്ത് ബെല്ലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ മറ്റേ പെൺകുട്ടി എപ്പോഴോ വന്നിരിക്കുകയാണ്. എല്ലാരും വന്ന് ഒപ്പം ബെല്ലടിക്കാമെന്ന് കരുതിയതായിരുന്നു അവള്. അങ്ങനെ അവര് 3 പേരും കൂടി വന്ന് ഒപ്പം മണിയടിച്ചു. പെണ്ണുമ്പിള്ള അവിടേക്ക് വന്നിട്ട് സ്ട്രോങ് ആയ പയ്യനോട് പറഞ്ഞു, നീ എലിമിനേറ്റ് ആയി എന്ന്. ആദ്യം വരുന്ന 3 പേര് എലിമിനേറ്റ് ആകുമെന്നാണ് റൂള് കേൾക്കാതെ ഓടിയതല്ലേ, വീട്ടിൽ പോയി മാമുണ്ടെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പുറത്താക്കി. അപ്പൊ വേറൊരു പെണ്ണുപിള്ള വന്നിട്ട് ജയിച്ച 3 ആളെയും കൂടി 3ാമത്തെ റൗണ്ടിനായി വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അതേത് കളിയെന്ന് അറിയാനായി പാർട്ട് 3ക്കായി 3 അമർത്തുക.